കടലിലും കരയിലും ഒരുപോലെ ഓടുന്ന യുദ്ധവാഹനം, വെള്ളത്തിനു മുകളിലൂടെ പറക്കുന്നത് പോലെ സഞ്ചരിക്കുന്ന സൈനിക വാഹനങ്ങൾ, ഇവയെല്ലാം ഇനി ഇന്ത്യയുടെ നാവികസേനയിൽ വലിയ തോതിൽ എത്താൻ പോവുകയാണ്. 2.38 ലക്ഷം കോടി രൂപയുടെ വമ്പൻ പദ്ധതിക്ക് ഇന്ത്യ അംഗീകാരം നൽകി കഴിഞ്ഞു. ഇത് വെറും ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു തീരുമാനം മാത്രമല്ല, ഇന്ത്യയുടെ കടൽ യുദ്ധതന്ത്രം തന്നെ മാറ്റാൻ പോകുന്ന ഒരു വലിയ നീക്കമാണ്. എന്താണ് ഈ ഹോവർക്രാഫ്റ്റ്? ഇത് ഇന്ത്യക്ക് എത്രത്തോളം ശക്തി നൽകും? ഇന്ന് ഈ വീഡിയോയിൽ ഇക്കാര്യങ്ങൾ ആഴത്തിൽ പരിശോധിക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കുന്ന പ്രതിരോധ സമിതി ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന എയർ ക്യുഷൻ വെഹിക്കിൾസിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇവയെ സാധാരണയായി ഹോവർക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഈ പദ്ധതിയുടെ ആകെ വില ഏകദേശം 2.38 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണിത്. ഈ തീരുമാനം ഇന്ത്യയുടെ നാവികസേനയെ കൂടുതൽ ശക്തമാക്കാൻ വലിയ രീതിയിൽ സഹായിക്കുമെന്നതാണ്. ഹോവർക്രാഫ്റ്റ് എന്നത് വെള്ളത്തിനു മുകളിൽ വായുവിന്റെ ഒരു പാളി ഉണ്ടാക്കി അതിന് മുകളിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്നാൽ ആഴം കുറഞ്ഞ കടലിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കടൽ തീരത്ത് നേരിട്ടെത്താം, കരയിലേക്കും കയറ്റാം എന്നതും ഇതിന്റെ വലിയൊരു ഗുണവശമാണ്. അതിനാൽ തന്നെ സൈന്യത്തെ വേഗത്തിൽ ഇറക്കുന്നതിനും സാധനങ്ങൾ എത്തിക്കുന്നതിനും ഇത് ഏറെ സഹായകരമായ ഒരു വാഹനമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത് ആവശ്യം? ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു പ്രധാന കുറവുണ്ടായിരുന്നു. കടൽ തീരങ്ങളിൽ വേഗത്തിൽ സൈന്യത്തെ ഇറക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് കുറവായിരുന്നു. ഈ പുതിയ ഹോവർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് 100 മുതൽ 150 വരെ സൈനികരെ ഒരേ സമയം കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ 10 മുതൽ 15 ടൺ വരെ ചരക്ക് കൊണ്ടുപോകാനും ഇത് സഹായിക്കും. മണിക്കൂറിൽ 90 കിലോമീറ്ററിലധികമാണ് ഇതിൽ വേഗത വരുന്നത്. ഈ യുദ്ധ സാഹചര്യങ്ങളിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഈ വാഹനം രാജ്യത്തിന് വളരെയേറെ നേട്ടമുണ്ടാക്കി കൊടുക്കും എന്നത് സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ദക്ഷിണ ചൈന കടലിലും ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന ഇതിനകം തന്നെ ടൈപ്പ് 726 ഹോവർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും തങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമായി മാറിയ ഒരു സാഹചര്യമാണിത്. ഈ പുതിയ പദ്ധതി അതിനുള്ള ഒരു ശക്തമായ മറുപടി കൂടിയാണ്. ഈ ഹോവർക്രാഫ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കും. സ്വകാര്യ കമ്പനികൾക്ക് പ്രധാന പങ്കാകും നൽകുക. സ്വദേശീയ സാങ്കേതിക വിദ്യയ്ക്ക് മുൻഗണന നൽകും. കുറഞ്ഞത് 60% ഭാഗങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയൊരു പിന്തുണ കൂടിയാണ് കേട്ടോ. ഇതിലൂടെ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. എന്നാൽ ഇതിനും ചില വെല്ലുവിളികളുണ്ട്. കടലിലെ കഠിന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ഉയർന്ന വേഗതയിൽ സുരക്ഷ ഉറപ്പാക്കൽ, അതുപോലെ തന്നെ പുതിയ സംവിധാനങ്ങൾ ഒത്തുചേർത്ത് പ്രവർത്തിപ്പിക്കൽ. പരിശോധനകൾ 2028 ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊന്നും നമ്മുടെ രാജ്യത്തിന് ഇത് പുത്തരിയൊന്നുമല്ല. ആദ്യമായല്ല നമ്മുടെ രാജ്യം ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതും. ഇതും നമ്മുടെ രാജ്യം മറികടന്ന് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഹോവർക്രാഫ്റ്റുകൾ നമ്മുടെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടായി തന്നെ ഉണ്ടാകുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും.